മാലിദ്വീപിലേക്ക് മനുഷ്യക്കടത്ത് നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെ കൂടുതൽ മലയാളികൾ മാലിയിൽ തടവിൽ കഴിയുന്നതായി വ്യക്തമാകുന്നു. കോട്ടയം സ്വദേശി രാജേഷാണ് ഒരു വർഷമായി മാലിയിൽ തടങ്കലിൽ കഴിയുന്നത്. തെറ്റായ രക്തപരിശോധനാ റിപ്പോർട്ടിൽ ഒപ്പുവെച്ചെന്ന കുറ്റം ചുമത്തിയാണ് ഇയാളെ തടങ്കലിലാക്കിയതെന്നുള്ള തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ ഫോളോ അപ്പ്. മാലിയിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നതിനിടെയാണ് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തെറ്റായ രക്തപരിശോധനാ റിപ്പോർട്ടിൽ ഒപ്പുവെച്ചെന്ന കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. എന്നാൽ രക്തപരിശോധന നടത്തിയതും റിപ്പോർട്ട് തയ്യാറാക്കിയതും മാലി സ്വദേശിയായ യുവതിയായിരുന്നു. റിപ്പോർട്ടിൽ ഒപ്പുവെക്കുക മാത്രമാണ് രാജേഷ് ചെയ്തത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ബന്ധപ്പെട്ടുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് രാജേഷിന്റെ ഭാര്യ പറഞ്ഞു. കോടതിയിൽ കേസ് ഡിസ്മിസായി, പക്ഷെങ്കിൽ അത് PG പ്രോസിക്യൂട്ടർ ജനറൽ ഏറ്റെടുത്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം അവര് അദ്ദേഹത്തെ വെറുതെ വിടണോ പുനരന്വേഷണം വേണോ എന്ന് തീരുമാനിക്കുന്നത് ഈ PG ആണെന്നാണ് പറഞ്ഞത്. അപ്പം സാമ്പത്തികമായിട്ടും ഒത്തിരി ഒരു ഇതിലുള്ള അവസ്ഥയാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് മുഖ്യമന്ത്രിയോടും രേഖാമൂലം ഒക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെ അതിന്റെ ഭാഗത്തുനിന്നൊരു തീരുമാന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രാജേഷിനെതിരായ കുറ്റം തെളിയിക്കാൻ മാലി സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിഷയത്തിൽ മാലിയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നോർക്ക ഇടപെട്ടുവെങ്കിലും രാജേഷിനെ ഇതുവരെ നാട്ടിലെത്തിക്കാനായില്ല. മനുഷ്യക്കടത്തിന്റെ പേരിലും അല്ലാതെയും നിരവധി പേർ മാലിയിൽ കുടുങ്ങിക്കിടക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ അധികാരികളുടെ മൗനം കൂടുതൽ ആശങ്കകൾക്ക് വഴിയൊരുക്കുകയാണ്. രമ്യശ്രീ രാധാകൃഷ്ണൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.